ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തട്ടേക്കണ്ണി ചെറിയാംകുന്നേൽ മോഹനൻ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ആശാവർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് CPI മുതിർന്ന നേതാവ് KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.
മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായി 4 പുതിയ സെറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹനൻ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനന്റെ മൃതദേഹം കാണപ്പെട്ടത്. തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹനനെ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹന്റെ മൃതദേഹം കാണപ്പെട്ടത്. മോഹന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡെൽഫിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഡെൽഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഡെൽഫിനും മോഹനും ഒരുമിച്ച് ഡെൽഫിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കെ പ്രകോപിതനായ ഡെൽഫിൻ മോഹനെ മർദ്ദിച്ച് മുറ്റത്ത് തള്ളിയിട്ട ശേഷം കതകടച്ചു കിടന്നു. പുലർച്ചെ മോഹനൻ വീട്ടുമുറ്റത്ത് ചലനമറ്റ് കിടക്കുന്നത് കണ്ട് ഡെൽഫിന്റെ ഭാര്യ അയൽവാസികളെ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരും മോഹന്റെ മകനും ചേർന്ന് നീര്യമംഗലം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും മരിച്ചു. ഡെൽഫിൻ സ്ഥിരം അക്രമകാരിയാണെന്നും ഇയാൾ കൊല്ലുമെന്ന് ഭയന്നാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാത്തതെന്നും സമീപവാസികൾ പറഞ്ഞു. ഇയാളുടെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് അന്വേഷിക്കാൻ ചെന്നാൽ പിറ്റേന്ന് അവരുടെ വീട്ടിൽ വെട്ടുകത്തിയുമായി കയറി ചെന്ന് വധഭീഷണി മുഴക്കാറുണ്ട്. ഇതോടെ ഡെൽഫിന്റെ വീട്ടിൽ നിന്നും എത്ര വലിയ ബഹളം കേട്ടാലും അയൽക്കാർ ശ്രദ്ധിക്കാതായി. നിരവധി അയൽവാസികൾ ഇയാളുടെ അക്രമത്തിനിരയായതായി അയൽക്കാർ പറഞ്ഞു. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം കരിമണൽ പോലീസ് ഇൻസ്പെക്ടർ KS സുരേഷ് കുമാർ, SIമാരായ രാജേഷ്, ജോളി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, അടിമാലി. ആശാവർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച CPI മുതിർന്ന നേതാവ് KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടതു നേതാക്കൾക്കും വിമർശനം. KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ അന്ത്യശാസനം നൽകി കഴിഞ്ഞു. ഉടൻ ജോലിയിൽ പ്രവേശിക്കണം, ഇല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ആശാവർക്കർമാരുടെ വേതനം 7000 രൂപയാണ്. അതിത്തിരി വർദ്ധിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. സർക്കാർ കണ്ണു തുറക്കാതെ മാറിപ്പോയപ്പോഴാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ആരംഭിക്കാൻ അവർ നിർബന്ധിതരായത്. സമരത്തെ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ അധികാരികൾ അധിക്ഷേപിച്ചത്. മൂന്നാറിൽ നടന്ന പെൺകൾ ഒരുമൈ സമരത്തോട് ചിലർ വിശേഷിപ്പിച്ചു. പക്ഷേ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. പെൺകൾ ഒരുമൈ സമരത്തിൽ പങ്കെടുത്തവർ CITU, AITUC, INTUC അംഗങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളുമായിരുന്നു. വിധ്വംസക ശക്തികളാണ് ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ചില രാഷ്ട്രീയ യജമാനന്മാർ പ്രചരിപ്പിക്കുന്നു. പ്രതിമാസം 7000 രൂപ വരുമാനമുള്ള അതിരാവിലെ മുതൽ ഇരുളുവോളം ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ. അവരുടെ നേരെ കണ്ണു തുറക്കാത്ത സർക്കാർ പ്രതിമാസം ലക്ഷങ്ങൾ ശമ്പളവും സർവ്വ ആനുകൂല്യങ്ങളും വാങ്ങി രാജകീയമായി ജീവിക്കുന്ന PSC ചെയർമാനും മെമ്പർമാർക്കും വീണ്ടും ലക്ഷങ്ങൾ വാരിക്കോരിക്കൊടുക്കുന്നു. ഇത് ഇടതുപക്ഷ നയമാണോ? നല്ല ശമ്പളമുള്ള ഹൈക്കോടതി പ്ലീഡർമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നല്ലതുപോലെ വർദ്ധിപ്പിച്ചു. പക്ഷേ ആശാവർക്കർമാർക്ക് പുലയാട്ട്. കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത ഈ നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്നും ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി 4 പുതിയ സെറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ച് KSRTC. മൂന്നാർ ഡിപ്പോയിൽ നിന്നുമാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ഡബിൾ ഡക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കി മുംബൈ KSRTC സൈറ്റ് സീൻ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ സർവീസുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. ഇതിനൊപ്പമാണ് 4 പുതിയ സൈറ്റ് സീൻ സർവീസുകൾ കൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 8:45 മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വട്ടവട, രാവിലെ 10 മൂന്നാർ സൈലന്റ് വാലി, ദേവികുളം, ലക്ഷ്മി എസ്റ്റേറ്റ്, രാവിലെ 9:30 മൂന്നാർ സൂര്യനെല്ലി, ഉച്ചയ്ക്ക് 1 മൂന്നാർ മാങ്കുളം, ആനക്കുളം എന്നിങ്ങനെയാണ് പുതിയ സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത്.
ഓരോ റൂട്ടിലുമുള്ള വിവിധ വിനോദസഞ്ചാര പോയിന്റുകൾ ബസ്സിലെത്തി സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഡബിൾ ഡെക്കർ ഉദ്ഘാടനം ചെയ്തെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു 4 സർവീസും കൂടെ തുടങ്ങുന്നതായും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. ഡബിൾ ഡെക്കർ എല്ലാ ദിവസവും തന്നെ ഫുള്ളാണ്. ശനി ഞായർ ആളുകൾ വന്നിട്ട് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് മാങ്കുളം ആനക്കുളമാണ്. അത് ആനയെ കാണാൻ പോകുന്നതിന് വേണ്ടിയും ഡബിൾ ഡെക്കറിൽ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് വരുന്നവർക്ക് വേണ്ടിയും ക്രമീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ കൂടുതൽ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുതിയ സർവീസുകൾ തുടങ്ങിയതോടെ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചിലവിൽ മൂന്നാറിന്റെ കാഴ്ചകൾ കൂടുതൽ കണ്ടാസ്വദിക്കാൻ അവസരമൊരുങ്ങി. മൂന്നാറിലെത്തിച്ച ഡബിൾ ഡെക്കർ ബസ് ഇതിനോടകം സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പദ്ധതി വിജയകരമായതോടെ KSRTC കൂടുതൽ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലേക്ക് എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സിറ്റി വിഷൻ, മൂന്നാർ. സ്ക്രോപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. പൊതുസമ്മേളനം ഇടുക്കി ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ, പുനരുപയോഗത്തിലൂടെ എന്നീ മുദ്രാവാക്യം ഉയർത്തി കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടത്തി. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി പതാക ഉയർത്തിയതിനെ തുടർന്ന് പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് എറണാകുളം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭൂമിയുടെ ജലപ്രതിസന്ധി പറയുമ്പോൾ ഈ 4 മേഖല തുടക്കത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ് P വർഗീസ് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തുക്ക പട്ടാമ്പി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ട്രഷറർ നിസാർ തലശ്ശേരി വരണാധികാരിയായി. ഉച്ചകഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനം ഇടുക്കി ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അതൊരു ദൈവനിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ കുടുംബ സംഗമമാണ്. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ എന്നുള്ളത്. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ KL സിബി ബോധവൽക്കരണ ക്ലാസ് നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MC ബാവ സംഘടന വിശദീകരണം നടത്തി. ബാബു തൃശൂർ, റഹീം ആലപ്പുഴ, റഷീദ് കാലടി, ബാവ കട്ടക്കയം, നിഷന്ത് ആലപ്പുഴ, അസീസ് തൊടുപുഴ, റാഫി തൊടുപുഴ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി രാജേഷ് P വർഗീസ് പ്രസിഡന്റ്, മത്തായി രാജാക്കാട് സെക്രട്ടറി, ബഷീർ തൊടുപുഴ ട്രഷറർ എന്നിവരടങ്ങുന്ന 17 അംഗ ജില്ലാ കമ്മിറ്റിയെയും 4 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്ത 5 പേരിൽ കോടതിയെ സമീപിച്ച് തിരികെ പ്രവേശിച്ച 2 പേരെ ജോലിയിൽ പ്രവേശിപ്പിക്കരുതെന്ന് കാട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഹൈക്കോടതി ഉത്തരവ് നൽകി. തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഓഫീസിൽ നിന്നും നടത്തിയ പരിശോധനയിലായിരുന്നു വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകളുള്ളതായുള്ള പരാതിയിന്മേൽ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാതല ഉദ്യോഗസ്ഥനായ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഓഫീസിൽ നിന്നും നടത്തിയ പരിശോധനയിലായിരുന്നു തൊഴിലുറപ്പ് വിഭാഗത്തിലെ 5 ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിരുന്നത്. പുറത്താക്കിയ 5 പേരിൽ R അമ്പിളി, A സതി എന്നിവർ കോടതിയെ സമീപിച്ച് തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇരുവരുടെയും പെർഫോമൻസ് വിവരങ്ങൾ അടക്കമുള്ള രേഖകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിക്കുകയും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ജോലിയിൽ തുടരേണ്ടതില്ല എന്ന് കാട്ടി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഉത്തരവ് നൽകുകയുമായിരുന്നു. ഹൈക്കോടതി ജഡ്ജ് അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.
പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകളുള്ളതായുള്ള നിരവധിയായ പരാതികളിൽ മേലായിരുന്നു 5 ജീവനക്കാരെ ജില്ലാ കളക്ടർ പുറത്താക്കിയിരുന്നത്. സിറ്റി വിഷൻ ഉപ്പുതറ. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പ്രീ സ്കൂൾ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിലും പ്രീ സ്കൂൾ നവീകരണ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കുരുന്നുകളെ അറിവിന്റെ ലോകത്തേക്ക് ആകർഷിക്കാൻ വേണ്ടുന്ന ക്രമീകരണം ഒരുക്കിയാണ് സ്റ്റാൻസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. ഒരു കുട്ടിയുടെ ആഗ്രഹം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതികളെല്ലാം ഇന്ന് മാറുകയാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഇത് വളർച്ചയുടെ പാതയിലാണ്. ഒരു കാലത്ത് സ്വകാര്യ സ്കൂളിൽ മാത്രം പഠിച്ചാൽ നമുക്ക് ഇന്ന സൗകര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതൊരു അഭിമാനമായി കണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തത്. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. പുറം കളിയിടത്തിന്റെയും അകം കളിയിടത്തിന്റെയും ഉദ്ഘാടനങ്ങൾ ചടങ്ങിൽ നടന്നു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സേതുക്കുട്ടി കെ, ബിന്ദുമോൾ KD, ഷാജഹാൻ AM, ആനിയമ്മ ജോർജ്, മറ്റു ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ഇനിയൊരു ഇടവേള. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ
ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. മുരിക്കാശ്ശേരി 16-ാം കണ്ടത്തിൽ വീട് കത്തിനശിച്ചു. 16-ാം കണ്ടം വെളുമ്പറമ്പിൽ ഇസ്മായിലിന്റെ വീടാണ് കത്തിനശിച്ചത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിലൂടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച തീപിടുത്തമെന്നാണ് പ്രാഥമിക നിഗമനം. കട്ടപ്പന അടിമാലി ഫയർഫോഴ്സും മുരിക്കാശ്ശേരി പോലീസും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. വീട് പൂർണ്ണമായി കത്തിനശിച്ച നിലയിലാണ്. വീട്ടിനുള്ളിലെ ഫർണിച്ചറും മറ്റു ഉപകരണങ്ങൾക്കും പൂർണ്ണമായി അഗ്നിക്കിരയായി. ആനയ്ക്കും കടുവയ്ക്കും മാത്രമല്ല അണ്ണാറക്കണ്ണനും രക്ഷകരായി വനപാലകർ. വലിയ മരത്തിൽ നിന്നും ചാട്ടം പിഴച്ച് നിലത്ത് വീണ് പരിക്കേറ്റ അണ്ണാനെയാണ് CPR നൽകി വനപാലകർ രക്ഷിച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്താണ് സംഭവം. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ചാട്ടം പിഴച്ച പാറക്കല്ലിൽ വീണ അണ്ണാനി സമീപത്ത് താമസിക്കുന്ന വീട്ടമ്മയാണ് കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള കല്ലാർ ഫോറസ്റ്റ് സെക്ഷനിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വീട്ടമ്മ വിവരമറിയിച്ചു. 5 മിനിറ്റ് കൊണ്ട് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ജീവൻ നഷ്ടപ്പെട്ടു എന്നായിരുന്നു കരുതിയത്. വനപാലകനായ നിഷാദ് അവസാനഘട്ട ശ്രമം എന്ന നിലയിൽ CPR നൽകി. പതുക്കെ അണ്ണാൻ ജീവിതത്തിലേക്ക്. പിന്നീട് അണ്ണാനെ തൊട്ടടുത്തുള്ള വനംവകുപ്പ് ഓഫീസിലെത്തിച്ച് പരിചരിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ അണ്ണാൻ ഉഷാർ. ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന അണ്ണാന് ഒരു ഉച്ചയൊക്കെ സമയത്തേക്ക് മരത്തേന്ന് വീണ് ചത്തുപോയെന്നാണ് ഞങ്ങൾ ഓർത്തത്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു വീട്ടമ്മ നമ്മളെ വിവരം അറിയിക്കുകയും ഇന്ന് രാവിലെ ഉഷാറായ അണ്ണാനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ഉദ്യോഗസ്ഥർ തുറന്നുവിട്ടു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ശക്തം. പല റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് വർഷങ്ങളായെന്നാണ് പരാതി. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളുകളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെ ഗ്രാമവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു. തകർന്ന റോഡുകൾ ടൂറിസത്തിനും തിരിച്ചടിയാവുകയാണ്. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ശക്തം. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടാവാറില്ലെന്നും ആക്ഷേപമുയരുന്നു. പഴത്തോട്ടം, ചിലന്തിയാർ, സാമിയാറക്കുടി, കൂടലാർക്കുടി, വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുള്ള റോഡുകളും നിർമ്മാണം കാത്തുകിടക്കുന്നു. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു. സ്കൂൾ ബസ്സിൽ പോകുന്നില്ല, ജീപ്പുകളിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു വിടുന്നത്. പിന്നെ ഒരു ആംബുലൻസ് പോലും പോകാത്ത അവസ്ഥയാണ്. കാരണം ഈ റോഡ് അങ്ങനെ ആംബുലൻസ് പോയാലും അപകട സാധ്യതയാണ് ഈ റോഡ് ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് സർക്കാർ ഒരു ഗർഭിണികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുലുങ്ങിപ്പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നുണ്ട്. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. അപകടങ്ങൾ പലപ്പോഴും തലനാരിഴയ്ക്ക് ഒഴിവായി പോകുന്നു. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ് ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ചിട്ടുള്ള ദ്വിദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിവിധ കോളേജുകളിലെ കുട്ടികൾ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ജോജു M. ഐസക് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് എഡ്യൂനെറ്റുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ചുള്ള
ദ്വിദിന വർക്ക്ഷോപ്പിന് രൂപം നൽകിയത്. 400-ലധികം വിദ്യാർത്ഥികൾ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോജു എം ഐസക് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ജനറേറ്റീവ് AI എന്ന വിഷയത്തെ ആസ്പദമാക്കി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായിട്ട് 2 ദ്വിദിന ട്രെയിനിങ് പ്രോഗ്രാം IBMൻ്റെ സഹായത്തോടു കൂടി എജുനെറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും സമീപത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഏകദേശം 400 വിദ്യാർത്ഥികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന് പുറമെ വിവിധ കോളേജുകളിലെ കുട്ടികൾ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടേക്കണ്ണി ചെറിയാംകുന്നേൽ മോഹനൻ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ആശാവർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് CPI മുതിർന്ന നേതാവ് KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ കണ്ടാസ്വദിക്കാനായി 4 പുതിയ സെറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമാസ് സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡ്ഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമാസ് സിൽക്സ്, നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.